ആ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മിനിറ്റ്സ് എഴുതുന്ന താങ്കളുടെ കയ്യിൽ മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ മീറ്റിംഗിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സ്ഥലം ആവശ്യമുണ്ട്, ഈ സ്ഥലം എവിടെയെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം കരാർ കമ്പനി ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് അവിടുത്തെ ഭരണകൂടം സമ്മതിച്ചിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തുവെങ്കിൽ അത് എവിടെയാണ്? അങ്ങനെ കൊടുത്ത ഒരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി തയ്യാറാകണം. ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ലാൻഡ് അലോട്ട് ചെയ്തതാണ്, ആ ലാൻഡ് അലോട്ട് ചെയ്തതിന് ശേഷവും ഇവർ ഇവിടുന്ന് മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കമ്പനിക്കാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി ചെയ്യാതെ വെറുതെ ഏതെങ്കിലും കമ്പനിയുടെ തലയിലേക്ക് മാത്രം ഈ ഉത്തരവാദിത്തത്തിനെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളോട് ഉത്തരവാദിത്വം ഉള്ളതും ഈ ഗവൺമെന്റിനാണ് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്കല്ല ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്. യുവരാജ് ഗോകുൽ, നോക്കൂ, 8 കിലോമീറ്റർ ആണ് തുരങ്കപാത. ഒരു 60 മീറ്റർ നിർമ്മാണം മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. 60 മീറ്റർ മാത്രമേ തുടങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കലക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഈ കരാറുകാർ കൊങ്കൺ റെയിൽ അവർ പറയുന്നത്, അതായത് ഈ മണ്ണ് മാറ്റാനുള്ള സ്ഥലം അതവരാവശ്യപ്പെട്ടിരുന്നു. ഒരു യോഗത്തിൽ തന്നെ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലം അവർ ആവശ്യപ്പെട്ടു, പക്ഷേ സ്ഥലം അനുവദിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് മണ്ണ് നീക്കം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പരസ്പരം വഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വിലപ്പെട്ട മനുഷ്യ ജീവനുകളാണ് വീണ്ടും കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ 18 പേരെന്തോ ആണ് ഇതിനകത്ത് അപകടത്തിൽ മൊത്തത്തിൽ പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനകത്ത് സംഖ്യയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്, ബാക്കി 8 പേരെന്തോ അതിനകത്ത് മണ്ണിനടിയിലുള്ളതായിട്ട് അറിയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ആരും അറിയില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആദ്യമേ തന്നെ ആ മരിച്ചുപോയ ആൾക്കാർക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിലവിൽ അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ദുരന്തങ്ങൾ 2 തരത്തിലുണ്ടാകാം. പ്രകൃതി ദുരന്തം ഉണ്ടാകാം, മനുഷ്യ ദുരന്തം ഉണ്ടാകാം. നമുക്കറിയാം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളെന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരം ഉണ്ടാവുകയും ആൾക്കാർ വലിയ തോതിൽ മരണപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ കെയർഫുൾ ആകേണ്ടതുണ്ട് ഈ പർട്ടിക്കുലർലി ഈ മാസങ്ങളിൽ. ഇത് ഗവൺമെൻറ്റിനും ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും എല്ലാം തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷം മാറി വലതുപക്ഷം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ആ കാലഘട്ടത്തിലെ തന്നെ തുടർന്ന് വരുന്ന ആൾക്കാരാണ്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മാസങ്ങളിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ കാലഘട്ടമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ 25-ാം തീയതി, ജൂൺ മാസം 25-ാം തീയതി ഇവരൊരു യോഗം കൂടുകയും ഈ വിലയിരുത്തലുകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വിലയിരുത്തൽ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് അവിടെ ചർച്ച നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധയിൽ പെടാത്ത ഒരു കാര്യം സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാനുഷികമാണ്, ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. അയ്യോ, നമ്മൾ ആരും അത്തരത്തിലൊരു കാര്യം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല, അത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണെന്നുള്ള തരത്തിൽ ഇത്തരത്തിൽ അപകടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അന്നത്തെ മീറ്റിങ്ങിനകത്ത് അവിടെ പൊതുവായിട്ട് ചർച്ചയുണ്ടാവുകയും അത് പരിഹരിക്കുവാൻ എന്ത് വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും അവിടെ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിനും 12 ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ കൂടുകയും ഇങ്ങനൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വ്യക്തമായി അവർ പോയിന്റ് ചെയ്ത് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ഈ മണ്ണ് മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞ് കരാർ കമ്പനിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കരാർ കമ്പനി തിരിച്ച് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ലാൻഡ് ഇല്ല. ആ വാദം ആക്ച്വലി നിലനിൽക്കുന്ന വാദമാണ്. കാര്യം കഴിഞ്ഞാൽ അവർക്ക് ലാൻഡ് ഇല്ലല്ലോ, ലാൻഡ് പ്രൊവൈഡ് ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ മണ്ണ് അത്രയും മാറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് മാറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ലാൻഡ് ഇല്ല. അപ്പോൾ ലാൻഡ് ആരാണ് കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട്? ഇത് ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ 12 ദിവസമായിട്ട് അതിനകത്തൊരു നടപടി എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അധികാരികളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മനുഷ്യജീവനുകൾ നഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, ഇത്രയും ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് പരസ്പരം വഴിചാരുക എന്നുള്ളതല്ല. ലാൻഡ് അലോട്ട് ചെയ്യുന്നതിനകത്ത് ആരാണ് കാലതാമസം വരുത്തിയത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് കൊടുക്കുന്നതിന്, അതായത് കമ്പനിക്ക് ഈ ലാൻഡ് കൊടുക്കുമ്പോൾ അതിനുള്ള വാടക, തറ വാടക പോലും ഗവൺമെന്റ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വരെയും ആ മീറ്റിങ്ങിനകത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ തീരുമാനം എടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തി അവിടുത്തെ ഭരണകൂടം കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പരസ്പരം പഴി ചൂണ്ടേണ്ടുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ പഴിചാരേണ്ടുന്ന ഒരു വിഷയമല്ല. ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു വീഴ്ച നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ MP ഉൾപ്പെടെ, അല്ലെങ്കിൽ MLA മാർക്ക് ഉൾപ്പെടെ, മന്ത്രിമാർക്കുൾപ്പെടെ, പ്രാദേശിക ഭരണകൂടങ്ങൾക്കുൾപ്പെടെ ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല ഉള്ളത്. അപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ച് കരാറുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും, മേൽനോട്ടമുള്ള PWD ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിരിക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാതെ വന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദാരുണമായൊരു സംഭവം
ഇന്ന് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം, അത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം, നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നത് അതുമായി ബന്ധപ്പെട്ട കരാറുകാരാണ് എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. കരാറുകാർ എവിടെ കൊണ്ട് ഈ മണ്ണ് കളയും? അല്ല, സർക്കാരല്ലേ? കാരണം അനിൽ നമ്പ്യാർ അതിനകത്താണ് എനിക്ക് മുമ്പ് സംസാരിച്ച BJP വക്താവ് ഉൾപ്പെടെയുള്ള പറഞ്ഞതിനകത്ത് വിയോജിപ്പ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കരാറിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വേസ്റ്റുകൾ വന്നാലും ആ വേസ്റ്റുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത് ഈ പറയുന്ന കരാറുകാരാണ്. അതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്കാണ് അതിന്റെ അധികാരമുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പോകേണ്ടത് അവരാണ്. അതാണ് അവരുമായിട്ടുള്ള കേരള സർക്കാരിന്റെ അന്നത്തെ കേരള സർക്കാരിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരല്ലേ അത് കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടത്. ആ എഗ്രിമെന്റ് ഒന്ന് കാണിക്കാമോ? അങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ മീറ്റിംഗിലെ മിനിറ്റ്സ് എന്റെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ഞാൻ താങ്കൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. രജിൻ ഒരു മിനിറ്റ്. യുവരാജ്, അല്ല, അതിനകത്ത് രജന പറയുന്ന കാര്യം ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു തരാം. അത് മാറ്റേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കരാർ കമ്പനിക്കുണ്ട് എന്നുള്ളത് വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിച്ചു തരാം. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മിനിറ്റ്സ് എഴുതുന്ന താങ്കളുടെ കയ്യിൽ മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ മീറ്റിംഗിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സ്ഥലം ആവശ്യമുണ്ട്, ഈ സ്ഥലം എവിടെയെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം കരാർ കമ്പനി ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് അവിടുത്തെ ഭരണകൂടം സമ്മതിച്ചിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തോ? പക്ഷേ ഇതുവരെ ആ കരാറുകാർ ഈ പണി തുടങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ നീർച്ചാലുകളുടെ മുകളിലേക്ക് ഈ മണ്ണുകളെല്ലാം ഡംപ് ചെയ്ത് വലിയ കൂലകളാക്കി. എനിക്ക് മുമ്പ് സംസാരിച്ച സാർ പറഞ്ഞത് കൂടെ അത്രയേറെ മണ്ണ് അവിടെ ഡംപ് ചെയ്യുമ്പോൾ അവർക്കറിയാമായിരുന്നില്ലേ ഈ പറയുന്ന മണ്ണ് അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ മണ്ണ് മാറ്റുക എന്നുള്ളത്. ആ ഉത്തരവാദിത്തം പരിപൂർണമായി പാലിക്കാത്ത ഈ പറയുന്ന കരാറുകാർക്ക് വേണ്ടി ഉള്ള ഒരു സപ്പോർട്ടായിട്ട് ഇതുവരെ അവർ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. കരാറുകാർ ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ പറയുന്ന വേസ്റ്റ് മണ്ണുകളും അല്ലെങ്കിൽ പാറകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം മാറ്റുന്ന ഉത്തരവാദിത്വ കരാറുകാരയിലാണ്. അവർ ഈ പദ്ധതി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യാത്തവർ ഇപ്പോൾ സ്ഥലം കിട്ടുന്നില്ല എന്ന് താങ്കൾ പറയുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാം. അങ്ങനെ പറയുന്ന താങ്കൾ പറയുന്നത് താങ്കളാണല്ലോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ ആ വാദത്തിന് വേണ്ടി അങ്ങ് പറയാണ്. ഇപ്പോഴാണ് അവർക്ക് ഇത് മനസ്സിലായത്. ഞാൻ ആ കമ്പനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതല്ല. ഞാൻ പറയുന്നത് ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിനകത്ത് ക്ലാരിറ്റി തരേണ്ടതുണ്ട്. അതായത് ഈ കമ്പനി ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എന്നുള്ളതിനകത്ത് ക്ലാരിറ്റി തരേണ്ടതുണ്ട്. നോക്കൂ, താങ്കൾ പറയുന്ന കാര്യം ശരിയാണ്. അവർ നീർച്ചാലുകൾക്ക് മുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ വളരെ അതിലോല പ്രദേശങ്ങളിലെല്ലാം ഇവരിത് ഡംപ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡംപ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ അവർക്കെതിരെ എടുത്തിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും മെമ്മോ കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, താങ്കളുടെ കയ്യിൽ ഇതിന്റെ മിനിറ്റ്സ് ഉണ്ട്, എന്റെ കയ്യിൽ ഇതിന്റെ മിനിറ്റ്സ് ഇരിക്കുകയാണ്. ഈ മിനിറ്റ്സിനകത്ത് എവിടെയെങ്കിലും ഇത് ഗുരുതരമായ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിമർശിച്ചിട്ടുണ്ടോ? അവരെ വിമർശിച്ചിട്ടില്ല. പകരം ഇത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൊതുചർച്ചയാണ് വന്നിരിക്കുന്നത്. അതിന്റെ മറുപടിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൂട്ടിയിട്ട മണ്ണ് നിലവിൽ ടാർപോളിംഗ് ഉപയോഗിച്ച് വെള്ളം ഇറങ്ങാതെ പരമാവധി കവർ ചെയ്തിട്ടുണ്ട് എന്നും കൂടുതൽ മണ്ണ് സൂക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലമില്ല എന്നും കരാർ കമ്പനി അറിയിച്ചു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായം തേടാനും തീരുമാനിച്ചു. ഏകദേശം 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ട സ്ഥലമാണ് ആവശ്യമുള്ളത് എന്നും KRCL അറിയിച്ചു. മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള റോയൽറ്റി ഫീസ് ഒഴിവാക്കി തരാൻ KRCL ആവശ്യപ്പെട്ടു. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഈ സർക്കാർ തീരുമാനിച്ചു. ഇതിന് വേണ്ട നടപടികളെല്ലാം, അതായത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ, റോയൽറ്റി ഫീസ് ഒഴിവാക്കി കൊടുക്കാൻ, ഇതിനെല്ലാത്തിനുമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു തത്വത്തിൽ അവിടെ തീരുമാനിച്ചു. അവിടെ തീരുമാനം എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. പകരം KRCLന്റെ വാദത്തിനെ ഗവൺമെന്റ് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ആ സ്ഥലമില്ല, ആ ജില്ലാ ഭരണകൂടത്തിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ നിയോഗിക്കുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 12 ദിവസമായിട്ട് ഇത് ചെയ്തു കൊടുക്കാതെ ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്ന വാദത്തിന് അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കരാർ കമ്പനി നല്ലതാണ്, അടിപൊളിയാണ്, ഗംഭീരമാണ് എന്ന് പറയുകയല്ല ഞാൻ ചെയ്തത്. അവർ കൂട്ടിയിട്ടിരിക്കുന്ന തെറ്റാണ്. അതിന്റെ ഈ പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ളത് പൊതുമരാമത്ത് വകുപ്പിനാണ്, PWDക്കാണ്. എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങളോട് മാത്രമല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ PWD വകുപ്പുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന നീർച്ചാലുകൾക്ക് മുകളിൽ ഉൾപ്പെടെ ഈ മണ്ണ് ഡംപ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ 2 മാസം കൊണ്ടുണ്ടല്ലോ, അതിന് മുമ്പാണല്ലോ. അപ്പൊ അന്നുണ്ടായിരുന്ന PWD വകുപ്പിനോട് കൂടി ചേർത്തിട്ടാണ് ചോദ്യം എന്ത് ചെയ്തു എന്നുള്ളത്. നിങ്ങൾക്ക് തർക്കിച്ചിട്ട് എന്താ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്ന ഈ
പറയുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാരുമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത്. അതെ, എന്റെയും യുവരാജിന്റെയും ഒക്കെ ബന്ധുക്കളാണ്. തീരുമാനമെടുത്ത മിനിറ്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ദുരന്തം കേരളത്തിലുണ്ടായപ്പോ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സമാശ്വസിപ്പിക്കുന്ന ഒപ്പം തന്നെ അതൊക്കെ ഒരു ഭാഗത്താണ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, ഒരു സംശയമില്ല. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു, കരാർ കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടു കൂട്ടരും ഇരുന്നിട്ടാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള പിന്നെ ഒരു വഴി തുറന്നു കൊടുത്തില്ല സർക്കാർ. അതായത് മണ്ണ് നീക്കം ചെയ്യുന്നത് സമ്മതിച്ചിട്ടുണ്ട്, തത്വത്തിൽ കരാർ കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് എങ്ങോട്ടേക്ക് നീക്കം ചെയ്യും അതിനുള്ള സ്ഥലം കണ്ടെടുത്ത് കൊടുത്തിട്ടില്ല. മണ്ണ് മുഴുവൻ കയറ്റിയിട്ട് കർണാടകത്തിൽ കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റും, അതെ പറ്റുമോ? അല്ല തമിഴ്നാട്ടിൽ കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിനകത്തല്ലേ ഈ സ്ഥലം ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു നീർച്ചാലുകളുടെ മുകളിൽ ഇട്ടു, അവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. ശരി, എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു സ്ഥലം ഗവൺമെന്റ് അല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നതിനല്ല, ഞാൻ പൊതുജനങ്ങളുടെ കാര്യം മനസ്സിലാക്കി, എന്നെ സംബന്ധിച്ചുള്ള പൊതുജനങ്ങളുടെ കാര്യം ഒറ്റ കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഒരു കരാറുമായി ഒരു ഗവൺമെന്റുമായി ഒരു കരാർ ഏറ്റെടുക്കുമ്പോൾ ആ കരാറുമായി ബന്ധപ്പെട്ട് ഒരു പണി പൂർത്തീകരിക്കുമ്പോൾ ആ കരാറുകാർ ചെയ്യുന്ന മിനിമം മാന്യത എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റുകൾ അത് കൊണ്ടുവന്ന് കളയുവാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കണ്ടേ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ശരി, എങ്കിൽ പിന്നെ ഈ മീറ്റിംഗിനകത്ത് അല്ലല്ല രജനി, അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗിനകത്ത് അവിടെ ഇരിക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പറയാൻ പാടില്ലേ ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് തരേണ്ട കാര്യമില്ല, നിങ്ങളാണ് അതിനകത്ത് പറയണ്ടേ? അങ്ങനല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാം എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, സമ്മതിച്ചിരിക്കുകയല്ലേ? എങ്കിൽ പിന്നെ അവിടെ ഇരുന്ന മീറ്റിംഗിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് രജനി പറയുന്ന ഈ വാദം കൊണ്ട് പറഞ്ഞാൽ പോരെ? അതായത് ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾ പറഞ്ഞാൽ പോരെ? ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ പേജ് ഏറ്റവും ടോപ്പില് 9ാമത്തെ പോയിന്റ് ആയിട്ട് ആ മിനിറ്റ്സിനകത്ത് 9ാമത്തെ പോയിന്റ് രജനി ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് ഗവൺമെന്റ് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരുകയും ചെയ്തു. അല്ല, അത് മാത്രമല്ല രജനി, അത് മാത്രമല്ല ഈ മണ്ണ് ഇത്രയും അല്ല രജനി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് ഒരുമിച്ച് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അത് വലിയ അപകടത്തിന് കാരണമാകുമെന്നും അതുകൊണ്ട് അത് മാറ്റുന്നത് എങ്ങനെ എന്ന് ശാസ്ത്രീയമായി പഠിക്കാനും കൂടി വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്കകത്ത് തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഈ കമ്മിറ്റിക്ക് അത് എൻവയോൺമെന്റ് വകുപ്പിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ചുമതല എൻവയോൺമെന്റ് വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ മണ്ണ് ഇത്രയും കൂടിക്കിടക്കുന്നുണ്ടല്ലോ, ഇത് ഒരുമിച്ചെടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഗുരുതരമായിരിക്കും. അതുകൊണ്ട് അത് ഒരുമിച്ച് മാറ്റുമ്പോൾ എടുക്കേണ്ടതായിട്ടുള്ള ശാസ്ത്രീയമായ നടപടികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്മിറ്റി ഇതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴാണ് രജനി വന്നിരുന്നിട്ട് പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഇല്ല, ആ കമ്പനി എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് തള്ളിക്കോണമെന്ന് രജനി വന്നിരുന്നിട്ട് പറയും. എന്താ ഒരു ഫ്ലൈറ്റ് കയറ്റിയിട്ട് കർണാടക കൊണ്ടുപോകണോ, ആന്ധ്ര കൊണ്ടുവരണോ, തമിഴ്നാട്ടിൽ കൊണ്ടുവരണോ? നിങ്ങൾ എന്താ പറയുന്നത്? കാരണം എന്റെയും യുവരാജ് ഗോകുലിന്റെയും ആരുടെ വകയിൽ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്നതിനെ കൊങ്കൺ റെയിലിനെ ഒന്നും ഞങ്ങളെ ചോദിക്കുന്ന ചോദ്യം അതാണ്. കമ്പനി ഉത്തരവാദിയാണ്, നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കമ്പനിയുടെ ഉത്തരവാദിത്തം പറഞ്ഞിട്ടില്ല. ഇവിടെ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇത്രയും വലിയ അപകടം ഇവിടെ ഉണ്ടാക്കിയെങ്കിൽ ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. പക്ഷേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കമ്പനി തിരിച്ച് കുറച്ച് ചോദ്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കും. അപ്പൊ അതിന് പറയാൻ ഗവൺമെന്റിന്റെ കയ്യിൽ ഉത്തരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ മിനിറ്റ്സ് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും സർക്കാരിന് ഒരു അക്ഷരം പറയാൻ പറ്റില്ല. കാരണം സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചതാണ്, ജില്ലാ ഭരണകൂടം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് കമ്പനിയെ മാത്രം കുറ്റപ്പെടുത്തുക? ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. എടുപിടി എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങി വെക്കണം എന്നുള്ള വലിയ ഉത്സാഹത്തിലായിരുന്നല്ലോ അന്ന്. വിമർശനങ്ങൾ ഉയർന്നു വന്ന സമയത്ത് പരിസ്ഥിതിവാദികളൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ പാടില്ല, തുടങ്ങരുതെന്ന് പറഞ്ഞിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചു. ഇപ്പോൾ സാറ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, സതീഷ് ഗോപി സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയോ? അന്ന് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി അദ്ദേഹം അങ്ങ് പിന്നെ അനുമതി കൊടുത്തോളൂ എന്ന് പറഞ്ഞതാണോ? ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് സതീഷ് സാർ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഒന്ന്, ഇപ്പോൾ ഈ പറയുന്ന മേഖല എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ലോല മേഖല തന്നെയാണ്. ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ പ്രദേശത്തെക്കുറിച്ചിട്ട് എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ ആ ധാരണകളെയൊക്കെ മറികടക്കുന്ന തലത്തിലാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വികസനം വേണ്ടത് തന്നെയാണ്, വികസനം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് തന്നെയാണ്. നല്ല പാതകൾ ഉണ്ടാകേണ്ടതുണ്ട്. നല്ല പാതകൾ ഉണ്ടായാൽ മാത്രമേ ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ, ജനങ്ങളുടെ ജീവിത നിലവാരം വികസിക്കുകയുള്ളൂ. ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ
പോകുമ്പോഴും നമ്മൾ മറുഭാഗത്ത് ഉറപ്പുവരുത്തേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ജനങ്ങൾക്ക് ഗുണത്തിനാണ് വരേണ്ടത്, അല്ലാണ്ട് ജനങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹം കുറ്റങ്ങളെല്ലാം കൂടി സ്വയം ഏറ്റെടുക്കുന്ന തലത്തിലാണ് അദ്ദേഹം ആ ഡിബേറ്റിനെ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കൾപ്രിറ്റ് ആയിട്ട് എടുക്കേണ്ടുന്നത്, ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ് മാത്രമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിന് ഫസ്റ്റ് കൾപ്രിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, നീർച്ചാലുകൾക്ക് മുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന പോലെ മണ്ണ് ഇത്രയധികം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. വയനാട് പോലെ ഈ പറയുന്ന ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് അധികം നാളുകളൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ പറയുന്ന പ്രകൃതി അമ്മാതിരി ദ്രോഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ഇതിപ്പോൾ മെയ് 4-ാം തീയതിക്ക് ശേഷം വി.ഡി. സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൂട്ടിയിട്ട മണ്ണ് മാത്രമൊന്നുമല്ല അവിടെ കിടക്കുന്നത്. അതിന് മുമ്പുള്ള കാലത്തായിരിക്കും 90% അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന പൈലിംഗ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കുന്നത്, ഈ മണ്ണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അളവിൽ. ഇപ്പോൾ ഈ നമ്മുടെ ഈ കഴിഞ്ഞ 25-ാം തീയതി നടന്നിരിക്കുന്ന യോഗത്തിനകത്ത് പോലും അതിനകത്ത് നടന്നിരിക്കുന്ന ഒരു വലിയ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിനെ ഒരുമിച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുള്ളതാണ്. കാരണം ഈ മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്, ഈ മണ്ണ് ഇടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആകാതെ അത് എടുത്ത് മാറ്റണം എന്നുള്ള തലത്തിലാണ് അവിടെ ഡിസ്കഷൻ പോലും നടന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ആര് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സതീഷ് ഗോപി സാർ പറഞ്ഞതുപോലെ തന്നെ പദ്ധതി മുമ്പോട്ട് പോകണം. അപ്പോൾ പദ്ധതി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നടപ്പിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതായത് ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ മണ്ണ് കൃത്യമായിട്ടും ഇപ്പോൾ മണ്ണ് ഇപ്പോൾ ഈ വയനാട് പോലുള്ള മേഖല എന്ന് പറയുന്നത് ചുരങ്ങളും ഈ പറയുന്ന കയറ്റങ്ങളും ഇറക്കങ്ങളും ചെങ്കുത്തായ പ്രദേശങ്ങളും എല്ലാം അടങ്ങുന്നതാണ്. എവിടെയെങ്കിലും കൊണ്ട് മണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് സാമാന്യ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിവുള്ളതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതാണ് എന്തിന് ഈ മണ്ണ് എവിടെയാണ് ഡംപ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനകത്ത്. അപ്പോൾ അത് പ്രഥമ പരിഗണന കൊടുത്ത് ചെയ്യേണ്ടുന്ന കാര്യമായിരുന്നു. അത് കൊടുത്തില്ല. അത് കൊടുക്കാതെ എന്ത് ചെയ്തു? സതീഷ് സാർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഇട്ടോ, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്നുള്ള തലത്തിലുള്ള ഒരു ഇൻറ്റിമേഷൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭരണകൂട തലത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണല്ലോ. അത് ആ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ 2 ആഴ്ച മുമ്പോ 3 ആഴ്ച മുമ്പോ 2 മാസം മുമ്പോ അല്ല, അത് വളരെ നേരത്തെ മുതലേ ലഭിക്കുന്നത്. അത് ഇപ്പോഴും നിർമ്മാണം തുടർന്നു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് അവരത് ചെയ്ത് അനുമതി കൊടുത്തിരുന്നു. ആ കൊടുത്തിരുന്ന അനുമതിയെ ഇവർക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അവരത് സ്റ്റോപ്പ് ചെയ്തില്ല, അവരത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ പറയുന്ന ഒരു യോഗം നടക്കുമ്പോൾ മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ചിട്ട് അവിടെ ഒരു ചർച്ച വരുന്നത്. അതിനുശേഷമാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം ഇപ്പോൾ 12 ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു അല്ലായിരുന്നു എന്നുള്ള കാര്യം അവിടുത്തെ ആ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് മറ്റൊരു കൃത്യമായ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. അതായത് എന്താണ് ഇത്രയും അധികം മണ്ണ് ഒരുമിച്ച് നീക്കപ്പെടേണ്ടതാണ്. ഇത് നീക്കം ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് നീക്കം ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ അടച്ചാക്ഷേപിച്ച് എല്ലാവരെയും കുറ്റം പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് അത് കുറച്ച് നാളുകളായിട്ട് അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചയാണ്. ആ വീഴ്ച എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് കൃത്യമായിട്ട് ഇത് എവിടെയാണ് ഡംപ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശം ഫ്രം ദ ബിഗിനിങ് ഇതിനകത്ത് നൽകേണ്ടുന്നതായിരുന്നു. അത് നൽകിയില്ല. അത് നൽകാതെ പകരം പദ്ധതി മുമ്പോട്ട് പോകണം. പദ്ധതി മുമ്പോട്ട് പോകുന്നതിന്റെ പുറകിലുള്ള മറ്റെന്തെങ്കിലും താല്പര്യങ്ങളില്ലയോ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ CMRL വിഷയം വന്നപ്പോൾ തന്നെ നമുക്കറിയാം കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന പരിസ്ഥിതി വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള താല്പര്യങ്ങൾ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം. നമുക്കറിയില്ല, ആരോപണങ്ങളാണ്, നമുക്കറിയില്ല, രാഷ്ട്രീയമാണ് ആരോപണം ഉന്നയിക്കാം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എനിക്ക് ഒരു കാര്യത്തിലും കൂടി സംശയമുണ്ട്. സാധാരണ അതിൽ ഇത്തരം ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഒരു വിഷയം ഇല്ലെങ്കിൽ പോലും DYFIക്കാർ ആദ്യമേ ചാടി ഇറങ്ങി സമരം ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് മിണ്ടാട്ടോ ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വന്തം നേരെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കൂടി ഭയം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതുവരെ ആയിട്ടും ആ തരത്തിലേക്ക് ഇറങ്ങി വരാത്ത. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഇവിടെ വലിയ ബഹളത്തിലേക്ക് അവർ പോകേണ്ടുന്ന സാഹചര്യം ഇതുപോലെ ആണല്ലോ. അതെ, അവർ മൊത്തത്തിൽ തലയിൽ തുണിയിട്ടിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇടതും വലതും എന്ന് പറയുന്നത് ഇടത് എന്താണോ ചെയ്തിരുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ് വലത് ചെയ്യാനിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ രാഷ്ട്രീയമായിട്ട് എന്താണ് കാലാകാലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് മുമ്പോട്ട് ഓടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങളുടെ കാര്യം അഹോ കഷ്ടം.